ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു. മൂന്ന് പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പറ്റി ഏകദേശ ധാരണയായി. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ LDFിൽ CPM മത്സരിക്കുന്നത് 15 സീറ്റുകളിൽ, 4ഇടങ്ങളിൽ CPI, ഒരിടത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം. UDFിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് 16 സീറ്റുകളിൽ, 2 സീറ്റിൽ മുസ്ലിം ലീഗ്, 1 സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, RSP കൊല്ലത്തും. അങ്ങനെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ വരുന്നു. NDA സംബന്ധിച്ചിടത്തോളം 16 ഇടങ്ങളിൽ BJP, ഘടകകക്ഷിയായ BDJS 4 ഇടങ്ങളിൽ. ഇങ്ങനെയാണ് മൂന്ന് മുന്നണികളുടെയും സീറ്റ് വിഭജനങ്ങൾ. LDF തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് കളിക്കളത്തിലിറങ്ങി പര്യടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കർണാടകയിൽ കോൺഗ്രസ് വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി കണക്കാക്കിയിരുന്നത് സ്ഥാനാർത്ഥികളെ കാലേകൂട്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇവിടെ ആ തന്ത്രം ആദ്യം പയറ്റിയിരിക്കുന്നത് LDF ആണ്. തങ്ങളുടെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നിർണയിച്ച് കളിക്കളത്തിൽ ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട് LDF. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ ഒരിടത്ത് മാത്രമാണ് LDFന് വിജയിക്കുവാൻ സാധിച്ചത്. 19 ഇടങ്ങളിലും വിജയിച്ച UDF ആയിരുന്നു. പക്ഷേ 19 ഇടങ്ങളിലും വിജയിച്ച UDFന് ഇതുവരെ സ്ഥാനാർത്ഥികളിൽ ഒരു തീരുമാനം, ഒരു പൂർണ്ണത ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കണമെന്നായിരുന്നു കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരം UDF എടുത്ത തീരുമാനം. പക്ഷേ പ്രധാനമായ 3 കാരണങ്ങൾ കൊണ്ട് UDFന് സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ കാലതാമസം വരുന്നു. ഏറ്റവും ആദ്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കില്ല. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകേണ്ട ആവശ്യകതയും വളരെയേറെയാണ്. അപ്പോൾ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ വിള്ളലുണ്ടാകുമെന്നൊരു വാർത്ത പരക്കുമെന്നും അതിനോടൊപ്പം തന്നെ BJP ഭയന്ന് തെക്കേ ഇന്ത്യയിലേക്ക് മാറി താമസിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നൊരു വാർത്ത പരത്തിക്കൊണ്ട് അതിലും ദയനീയമായ അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതാണ് വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ അമേഠിയിൽ മത്സരിക്കണം, റായ്ബേയിൽ മത്സരിക്കണം എന്നാണ് അവിടുത്തെ കോൺഗ്രസുകാർ പറയുന്നത്. കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പറയുന്നില്ല. മാറ്റിയും തിരിച്ചും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ മറുപടികൾ. തനിക്ക് KPCC സ്ഥാനം കൂടി നൽകുമെങ്കിൽ മാത്രമേ MP സ്ഥാനത്തേക്ക് മത്സരിക്കൂ എന്നൊരു അവകാശവാദം കൂടി K സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരൻ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുസ്ലിം ലീഗിൻ്റെതായിരുന്നു. കേരളത്തിൽ ഒരിടത്ത് മാത്രം ശക്തി പ്രാപിച്ചു നിൽക്കുന്ന RSPക്ക് 1 സീറ്റ് നൽകുമ്പോൾ UDFിന്റെ ഏറ്റവും വലിയ കരുത്തായ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ആകെ നൽകുന്നത് 2 സീറ്റാണ്. അതുപോലെ മൂന്നാമതൊരു സീറ്റ് കൂടി നൽകണം. അത് കോഴിക്കോട്ടോ വയനാട്ടിലോ കണ്ണൂരിലോ തരണം എന്ന ആവശ്യം മുസ്ലിം ലീഗ് മുൻപോട്ട് വയ്ക്കുന്നു. എന്നാൽ ആദ്യം മുതലേ കോൺഗ്രസ് അതിനെ എതിർക്കുകയും അത് തരാൻ സാധിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ലീഗിനെ 2 സീറ്റിലേക്ക് തന്നെ ഒതുക്കി നിർത്തുന്നു. എന്നാൽ NDAയിലേക്ക് വരുമ്പോൾ NDA കുറച്ചുകൂടി കാര്യമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ 12 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 8 ലോക്സഭാ മണ്ഡലം. അതിൽ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ BDJSന്റെ സ്ഥാനാർത്ഥികളാണ് വരേണ്ടത്. മറ്റ് 4 ഇടങ്ങളിലാണ് BJPയുടെ സ്ഥാനാർത്ഥി വരേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ 2ാം പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ കേരളത്തിലെ മിച്ചം വരുന്ന 8 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ഉടൻ തന്നെ കളത്തിലിറങ്ങും, രാഷ്ട്രീയ പോരിന് തയ്യാറെടുക്കും എന്നൊക്കെ BJP അറിയിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് വേറിട്ട ഒരു സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് BJP മുഖം കൊടുക്കുന്നത്. ഫലം പ്രവചനാതീതം തന്നെയാണ്. കഴിഞ്ഞ തവണ ശബരിമല വിഷയവും അതുപോലെ തന്നെ BJPക്കെതിരായ ഒരു വിരോധവും അതിനോടൊപ്പം സർക്കാരിനെതിരായ വിരോധവും ഒക്കെ കോൺഗ്രസിന് വലിയ നേട്ടമായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന് വലിയ നേട്ടമായിരുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 20-ൽ 19 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF വിജയിച്ചു വന്നു. ഇക്കുറി അങ്ങനെ ആകില്ല. ഇടതുപക്ഷത്തിന്റെ ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട്, BJPക്ക് സ്വീകാര്യതയുള്ള ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്, UDFന്റെ MPമാരെ വെറുത്തു നിൽക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ UDFന് കിട്ടുമോ, NDAക്ക് ലഭിക്കുമോ, LDFന് ലഭിക്കുമോ കൂടുതൽ സീറ്റുകളെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോകുന്നത്. എന്നിരുന്നാലും NDAക്ക് അത്രമേൽ സീറ്റുകളൊന്നും കേരളത്തിൽ ലഭിക്കുവാൻ സാധ്യത കുറവാണെന്നാണ് LDFും UDFും പറയുന്നത്. UDF കഴിഞ്ഞ കൊല്ലത്തേക്കാൾ 1 സീറ്റ് കൂടി അധികം നേടിക്കൊണ്ട് 20 സീറ്റുകളിലേക്ക് എത്തുമെന്ന് UDF അറിയിക്കുന്നു. LDF പറയുന്നത് കുറഞ്ഞത് 12 സീറ്റുകളിലെങ്കിലും LDF വിജയിക്കും, 20-ൽ 20 നേടുവാനുള്ള ശക്തമായ പോരാട്ടം LDF നടത്തുകയും ചെയ്യുമെന്ന് അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരവും ആറ്റിങ്ങലും കൊല്ലവും ആലപ്പുഴയും പത്തനംതിട്ടയും മാവേലിക്കരയും കോട്ടയവും തൃശ്ശൂരും പാലക്കാടും ആലത്തൂരും വടകരയും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും
ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് കളം ഒരുങ്ങുക തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ത്രികോണ മത്സരം നടക്കുവാൻ സാധ്യത ഏറെയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ 6 എണ്ണമാണ്. പരിശോധിക്കാം ഏതൊക്കെയാണ് ആ 6 ലോക്സഭാ മണ്ഡലങ്ങളെന്ന്. അതിൽ ഏറ്റവും ആദ്യം തലസ്ഥാന നഗരിയിലെ ലോക്സഭാ മണ്ഡലമായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ്. തിരുവനന്തപുരത്ത് 3 തവണ അടുപ്പിച്ച് വിജയിച്ചു നിൽക്കുന്നത് ശശി തരൂരാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭയും നായർ വോട്ടുകളും എലൈറ്റ് ക്ലാസുകൾ അധികമുള്ള തിരുവനന്തപുരത്തും UDF-നേക്കാൾ മേൽക്കൈ അവിടെ ശശി തരൂരിന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭയിൽ കോൺഗ്രസ് 3 തവണയാണ് അവിടെ നിന്ന് വിജയിച്ചു വന്നത്. ഒരു തവണ കൂടി അവിടെ നിന്ന് വിജയിച്ചാൽ ചരിത്ര നേട്ടമായിരിക്കും ശശി തരൂർ നേടുവാൻ പോകുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ നിലവിലുള്ളത്. BJP-യിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJP-യുടെ പ്രധാനപ്പെട്ട മുഖം കേന്ദ്രമന്ത്രി കളത്തിലിറങ്ങുന്നു. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ഇറങ്ങിയപ്പോൾ നേമത്ത് കോൺഗ്രസിനെ മലർത്തിയടിക്കുവാൻ കുമ്മനം രാജശേഖരന് സാധിച്ചു. അതുകൂടാതെ 3 ഇടങ്ങളിൽ 2ാം സ്ഥാനത്ത് വരുവാൻ BJP-ക്ക് സാധിച്ചു. 3 ഇടത്ത് മാത്രമാണ് CPI 2ാം സ്ഥാനത്ത് വന്നത്. മറ്റൊരിടത്തും CPI 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ കൈവരിച്ചിട്ടില്ല. 3ാമതായിരുന്നു സി ദിവാകരൻ പോയത്. ഈ സാഹചര്യത്തിൽ കുമ്മനം രാജശേഖരനേക്കാൾ വലിയ ഒരു സ്ഥാനാർത്ഥിയാണോ രാജീവ് ചന്ദ്രശേഖരൻ എന്ന ചോദ്യം നിലവിൽ BJP-യിൽ ഉയരുന്നുണ്ട്. അതിൽ വലിയ പടലപ്പിണക്കങ്ങളുമുണ്ട്. എന്നിരുന്നാലും രാജീവ് ചന്ദ്രശേഖരൻ ഒരു കേന്ദ്രമന്ത്രിയാണെന്നും അദ്ദേഹത്തെ വിജയിപ്പിച്ചു വിട്ടാൽ കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യവും BJP-യുടെ A+ മണ്ഡലവുമായതുകൊണ്ട് തന്നെ BJP-ക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. 7.10% വോട്ടിന്റെ വർധനവ്. കുമ്മനം രാജശേഖരൻ 3,16,142 വോട്ടുകൾ, 31.30% വോട്ടുകൾ നേടി. പക്ഷേ 1.02% വോട്ടിന്റെ കുറവ് BJP-ക്ക് അവിടെ ഉണ്ടായി. സി ദിവാകരനിലേക്ക് വരുമ്പോൾ 2,58,556 വോട്ടുകൾ സി ദിവാകരൻ നേടി. 25.60% വോട്ടുകൾ നേടി. 2.90% വോട്ടിന്റെ കുറവ് സി ദിവാകരൻ ഉണ്ടായി. എന്നാൽ ഇക്കുറി CPI-ക്ക് വേണ്ടി മത്സരിക്കുവാൻ പോകുന്നത് സി ദിവാകരനല്ല, സാക്ഷാൽ പന്ന്യൻ രവീന്ദ്രനാണ്. പാർട്ടിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ പാർട്ടി പ്രവർത്തകനായ പന്ന്യൻ രവീന്ദ്രൻ എന്തുകൊണ്ടും ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലം അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ്. വ്യക്തിപ്രഭ കൊണ്ടും നായർ വോട്ടുകൾ കൊണ്ടും എലൈറ്റ് ക്ലാസുകളുടെ വോട്ടുകൾ കൊണ്ടും ശശി തരൂരിന് ഇക്കുറി അങ്ങനെ എളുപ്പത്തിൽ കടന്നുകൂടാൻ കഴിയുമോ തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിൽ എന്ന് കാത്തിരുന്നറിയേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുമല്ല, മറുതലയ്ക്കലുള്ളത് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനാണ്. BJP-യുടെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. CPI-യുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് പന്ന്യൻ രവീന്ദ്രനാണ്. CPI-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് പന്ന്യൻ രവീന്ദ്രൻ. അതുകൊണ്ട് ശക്തമായ ത്രികോണ മത്സരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ്. അവിടെ ആര് വിജയിക്കുമെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. രണ്ടാമത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്ന ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. അവിടെയും ത്രികോണ മത്സരത്തിനാണ് സാധ്യതകൾ ഏറെ. നാളിതുവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അടൂർ പ്രകാശാണ് ഇക്കുറിയും അവിടെ MP ആയി മത്സരിക്കുവാൻ പോകുന്നത്. സമ്പത്ത് എന്ന തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് അപരിചിതനായിരുന്ന അടൂർ പ്രകാശ് ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സുപരിചിതനാണ്. വികസന പ്രവർത്തനങ്ങളാണ് അടൂർ പ്രകാശ് എണ്ണി പറയുന്നത്. എന്നാൽ വികസന മുരടിപ്പാണ് വിജോയ് എന്ന ചെറുപ്പക്കാരനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുൻപോട്ട് വയ്ക്കുന്നത്. അവിടെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് BJP-ക്കുമുള്ളത്. വി മുരളീധരൻ, കേന്ദ്രമന്ത്രിയായ വി മുരളീധരനാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് കേരളത്തിൽ BJP-ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം നേടിക്കൊടുത്ത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഇറങ്ങുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ഏറ്റവും ശക്തമായ കളം തന്നെയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. അടൂർ പ്രകാശ് തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഒരു നേതാവാണ്. രാഷ്ട്രീയ തന്ത്രങ്ങളിൽ മികവുറ്റ തന്ത്രങ്ങൾ പയറ്റുന്നവരാണ്. ഇലക്ഷൻ നാളുകളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായ ധാരണയുള്ള രാഷ്ട്രീയ നേതാവ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഒപ്പം കോൺഗ്രസും. അടൂർ പ്രകാശ് തന്നെ മതി ഇക്കുറിയും ആറ്റിങ്ങലിൽ എന്ന തീരുമാനത്തിൽ തന്നെയായിരുന്നു ആദ്യം മുതൽക്കേ UDF. LDF-ലേക്ക് വരുമ്പോൾ വി ജോയ് പുതിയൊരു മുഖം. അദ്ദേഹം വർക്കല MLA ആയ വി ജോയ്ക്ക് മുഖവരകളുടെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. ജനങ്ങൾക്കിടയിൽ കൃത്യമായ ഇടമുള്ള വി ജോയ് LDF-ന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. വി മുരളീധരൻ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി. വിജയ സാധ്യതയുള്ള A+ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട BJP-യുടെ മണ്ഡലം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ വി മുരളീധരൻ മത്സരിച്ചാൽ വിജയ സാധ്യത ഏറെയാണെന്ന് മനസ്സിലാക്കി ആദ്യം മുതൽ തന്നെ അവിടെ വീടെടുത്ത് താമസിച്ച് തന്റെ തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് വി മുരളീധരൻ. അതുകൊണ്ട് അവിടെയും
ത്രികോണ മത്സരത്തിന് സാധ്യത ഏറെയാണ്. അവിടെയും ആര് ജയിക്കുമെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടൂരിലെ വോട്ട് വിഭജനം കണക്കാക്കുമ്പോൾ അടൂർ പ്രകാശ് 3,08,995 വോട്ടുകൾ നേടി. എ സമ്പത്ത് 3,42,748 വോട്ടുകൾ നേടി. ശോഭാ സുരേന്ദ്രൻ 2,48,081 വോട്ടുകൾ നേടി. ഇക്കുറി അങ്ങനെ ആകില്ല. അടൂർ പ്രകാശ് നന്നേ വിയർക്കും. അടൂർ പ്രകാശിന് അവിടെ വിജയിച്ചു വരാൻ സാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശക്തനായ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് LDFന് പറയുവാനുള്ളത്. BJPക്ക് വാനോളമാണ് അവിടെ പ്രതീക്ഷ. മൂന്നാമത് ത്രികോണ മത്സരം നടക്കുവാൻ സാധ്യതയേറെയുള്ള ലോക്സഭാ മണ്ഡലം കോട്ടയമാണ്. അവിടെ കേരള കോൺഗ്രസുകാർ തമ്മിൽ മത്സരിക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും. BJPക്ക് പകരം അവിടെ മത്സരിക്കുന്നത് BDJSന്റെ സ്ഥാനാർത്ഥിയായ BDJSന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കും. ക്രൈസ്തവ മതവിശ്വാസികൾ ഏറെയുള്ള മലയോര പ്രദേശമായ കോൺഗ്രസിന് വലിയ മേൽക്കൈയുള്ള, എന്നാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോസഫ് വിഭാഗവും വിഘടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ കോട്ടയത്ത് ഇപ്പോൾ ഇടതുപക്ഷത്തിനും വലിയ വേരുകളുണ്ട്. അതുകൊണ്ട് ആര് വിജയിക്കും ആര് തോൽക്കുമെന്ന് പറയുവാൻ സാധിക്കില്ല. കോട്ടയത്ത് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത് തോമസ് ചാഴിക്കാടൻ, കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ്, BDJSന് വേണ്ടി മത്സരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി. ഈ സാഹചര്യത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെ കളത്തിലിറക്കുമെങ്കിലും വിജയസാധ്യത UDFനും LDFനുമാണ്. എന്നാൽ അട്ടിമറി വിജയത്തിന് സാധ്യത ഏറെയാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് BDJSന്റെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളി ഉള്ളത്. ആദ്യ തവണ 2019 സാക്ഷാൽ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിക്കുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. എന്നാൽ ദയനീയമായി തോൽക്കുകയായിരുന്നു. കോട്ടയത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇത്തവണ വയനാട് BJPക്ക് നൽകിക്കൊണ്ട് കോട്ടയം തങ്ങൾക്ക് വേണമെന്ന ആവശ്യത്തിലായിരുന്നു BDJS. അതുകൊണ്ട് ഇക്കുറി BDJS കോട്ടയത്ത് മത്സരിക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷ തന്നെയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയത് 4,21,046 വോട്ടുകളായിരുന്നു. 46.02% വോട്ടുകൾ, 4.71% വോട്ടിന്റെ കുറവ് പക്ഷേ അവിടെ ഉണ്ടായി. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വാസവനായിരുന്നു. 3,14,787 വോട്ടുകൾ, 34.58% വോട്ടുകൾ ഇടതുപക്ഷം അവിടെ കരസ്ഥമാക്കി. ഈ സാഹചര്യത്തിൽ BJP കഴിഞ്ഞ തവണ വലിയ പരാജയത്തിന് മുഖം കൊടുക്കേണ്ടി വന്ന ഇടമായിരുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലം. ഇക്കുറി BDJSന്റെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ വരുന്നതോടുകൂടി കളം ഏകദേശം വ്യക്തമായി. ത്രികോണ മത്സരത്തിന് സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കോട്ടയത്ത്. ചങ്കും കേരളമായിരുന്ന കേരള കോൺഗ്രസ് വിഘടിക്കുന്നതോടുകൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗവും ജോസഫ് വിഭാഗവും തമ്മിൽ മത്സരിക്കുന്നതോടുകൂടി ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയുവാൻ കഴിയാത്തൊരവസ്ഥയാണ് കോട്ടയത്തുള്ളത്. BDJSും ശക്തം തന്നെയാണ് അവിടെ. BJPയുടെ പിന്തുണയോടുകൂടി BDJSന് അവിടെ വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി ഉള്ളത്. അടുത്തത് ആലപ്പുഴ. സാക്ഷാൽ KC വേണുഗോപാൽ 2014 മത്സരിച്ച് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വേണമെന്ന ഉദ്ദേശത്തോടുകൂടി ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനെ മത്സരിപ്പിക്കുന്നു. അന്ന് AM ആരിഫാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ 20-ൽ 19 കോൺഗ്രസ് വിജയിച്ചു നിൽക്കുമ്പോൾ പുന്നപ്രയും വയലാറും അടങ്ങുന്ന ഇടതുപക്ഷത്തിന്റെ കോട്ടയായ ഇടതുപക്ഷത്തിന്റെ വേരുള്ള ആലപ്പുഴ ലോക്സഭാ മണ്ഡലം അന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നു. AM ആരിഫിനെ വിജയിപ്പിക്കുകയും ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇക്കുറി ആലപ്പുഴയിൽ ഇറങ്ങുവാൻ പോകുന്നത് സാക്ഷാൽ KC വേണുഗോപാൽ തന്നെയായിരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ വാർത്തകൾ പരക്കുന്നു. എന്നാൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് രാജ്യസഭയിലേക്ക് തന്നെ പോകണം KC വേണുഗോപാൽ എന്ന ഒരു തിട്ടൂരം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിലും ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കില്ല. പകരം അവിടെ ആര് മത്സരിക്കുമെന്നത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. M ലിജു ആണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ വിജയപ്രതീക്ഷ ഉണ്ട് കോൺഗ്രസിന് എന്നാണ് ആത്മവിശ്വാസം. അതല്ല KP ശ്രീകുമാർ എന്ന KPCCയുടെ ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് മുഖവുമായ KP ശ്രീകുമാർ മത്സരിക്കുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണെങ്കിൽ പോലും KC വേണുഗോപാൽ തന്നെ മത്സരിക്കണം എന്ന അഭിപ്രായമാണ് UDF പ്രവർത്തകർക്കുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AM ആരിഫ് 4,45,981 വോട്ടുകൾ കരസ്ഥമാക്കിയ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം 40.96% വോട്ടുകൾ നേടി. 3.41% വോട്ടുകളുടെ കുറവ് അവിടെ ഉണ്ടായി. ഷാനിമോൾ ഉസ്മാനിലേക്ക് വരുമ്പോൾ 4,35,496 വോട്ടുകൾ ഷാനിമോൾ ഉസ്മാൻ നേടി. 40.00% വോട്ടുകൾ നേടി. 6.31% വോട്ടുകളുടെ കുറവാണ് ഷാനിമോൾ ഉസ്മാൻ ഉണ്ടായത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ ആയിരുന്നു BJP സ്ഥാനാർത്ഥി. മികച്ച ഒരു മുന്നേറ്റം തന്നെ BJP അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 1,87,729 വോട്ടുകൾ, 17.24% വോട്ടുകൾ കരസ്ഥമാക്കി. 17.24% വോട്ടിന്റെ വളർച്ച BJPക്ക്
ആലപ്പുഴയിലുണ്ടായി. അവിടെ ഇക്കുറി മത്സരിക്കുവാൻ പോകുന്നത് BJPയുടെ കരുത്തയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം BJPക്ക് നേടിക്കൊടുത്ത ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. അവിടെ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ട് ഇക്കുറി ആലപ്പുഴയിൽ മത്സരിപ്പിച്ച മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിച്ചെടുക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കുന്നത്. ഈ സാഹചര്യത്തിൽ KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും AM ആരിഫും കളത്തിലിറങ്ങുകയാണെങ്കിൽ ത്രികോണ മത്സരത്തിന് മാറ്റുകൂടുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം മാറും. അടുത്തത് തൃശൂർ ലോക്സഭാ മണ്ഡലം. BJPയുടെ A+ മണ്ഡലങ്ങളിൽ A++ മണ്ഡലം എന്ന് തന്നെ തൃശ്ശൂരിനെ വിളിക്കേണ്ടതായുണ്ട്. കഴിഞ്ഞ തവണയും സുരേഷ് ഗോപി ആയിരുന്നു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. ഇത്തവണയും സുരേഷ് ഗോപി തന്നെ മത്സരിക്കും. TN പ്രതാപനും സുരേഷ് ഗോപിയും കഴിഞ്ഞ തവണത്തെ പോലെ ഇക്കുറിയും തൃശ്ശൂരിൽ നിന്ന് ഏറ്റുമുട്ടുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പക്ഷേ ഇക്കുറി ഇറങ്ങുവാൻ പോകുന്നത് ശക്തനായ നേതാവ് തന്നെയാണ്, സാക്ഷാൽ സുനിൽകുമാർ. അദ്ദേഹത്തിന് തൃശ്ശൂരിലുള്ള ജനപിന്തുണ ചെറുതൊന്നുമല്ല. DYFI SFI പ്രവർത്തകരുടെ പിന്തുണ സുനിൽകുമാറിന് ആവശ്യത്തിനനുസരിച്ചുണ്ട്. VS സുനിൽകുമാറിന് ഇക്കുറി അവിടെ വിജയപ്രതീക്ഷ വളരെയേറെയാണ്. VS സുനിൽകുമാറിനേക്കാൾ ഇടതുപക്ഷത്തിനാണ് ആ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വിജയപ്രതീക്ഷയുള്ളത്. ജനങ്ങൾക്കിടയിൽ വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവ്. അദ്ദേഹത്തിന് സുരേഷ് ഗോപിയും സാക്ഷാൽ പ്രതാപനും ഒന്നും ഒരു കാര്യമുള്ള വിഷയമല്ല എന്നാണ് ഇടതുപക്ഷക്കാർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തവണയെങ്കിലും തൃശ്ശൂരങ്ങ് കൊടുക്കുവാൻ കഴിയുമോ, തൃശ്ശൂർ നേടിയെടുക്കുവാൻ കഴിയുമോ BJPക്ക് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വനിതാ സമ്മേളനം നടത്തി 2-3 തവണ നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് വിജയപ്രതീക്ഷ വളരെയേറെയാണ് സുരേഷ് ഗോപിക്കും. TN പ്രതാപന് സിറ്റിംഗ് MP എന്ന തരത്തിലും അല്ലാതെ താൻ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ നേട്ടത്തിലും നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ നേടിയത് 1.68% വോട്ടിന്റെ വർധനമുണ്ടായി. CPIക്ക് വേണ്ടി രാജാജി മാത്യു തോമസ് ആയിരുന്നു. അദ്ദേഹം 3,21,456 വോട്ടുകൾ നേടി. 30.9% വോട്ടുകൾ നേടി. 11.37% വോട്ടിന്റെ കുറവ് പക്ഷേ രാജാജി മാത്യു തോമസിന് അവിടെ ഉണ്ടായി. സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ടുകൾ നേടാൻ സാധിച്ചു. 28.2% വോട്ടുകൾ നേടി. 17.5% വോട്ടിന്റെ വർധനവും അവിടെ ഉണ്ടായി. പക്ഷേ ഇത്തവണ CPIയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് കളത്തിലിറങ്ങുന്നത്. സിറ്റിംഗ് MP ആയ TN പ്രതാപനാണ് കളത്തിലിറങ്ങുന്നത്. BJPയുടെ കരുത്തനായ മുഖം ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള സിനിമാ താരമായ സുരേഷ് ഗോപി ഒരു തവണ കൂടി ഇറങ്ങുന്നു. ഇത്തവണ തൃശ്ശൂർ ആരെടുക്കും എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ ആര് വാഴും ആര് വീഴുമെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവിടെ ത്രികോണ മത്സരം നടക്കുമ്പോൾ പിന്നീട് ത്രികോണ മത്സരം നടക്കുവാൻ സാധ്യതയേറെയുള്ളത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇടതുപക്ഷത്തിന്റെ കോട്ട, ഇടതുപക്ഷം തന്നെ വിജയിക്കുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ VK ശ്രീകണ്ഠൻ അപ്രതീക്ഷിതമായി വിജയിച്ചു വരുന്നു. ഒരുപക്ഷെ ശ്രീകണ്ഠനോ UDFോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പാലക്കാട് VK ശ്രീകണ്ഠൻ വിജയിച്ചു വരുമെന്ന്. വിജയിച്ചു വന്നതിന് ശേഷം ശക്തമായി ആ പാലക്കാട് ലോക്സഭാ മണ്ഡലം തന്നോട് ചേർത്ത് നിർത്തുവാൻ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് ശ്രീകണ്ഠൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠനെതിരായി മത്സരിച്ചത് MP രാജേഷ് ആയിരുന്നു. അദ്ദേഹം അക്കുറി നേടിയത് 3,87,037 വോട്ടുകളായിരുന്നു. 38.03% വോട്ടുകൾ നേടി. 7.3% വോട്ടിന്റെ കുറവ് പക്ഷേ MP രാജേഷിനുണ്ടായി. അവിടെ VK ശ്രീകണ്ഠൻ അപ്രതീക്ഷിതമായി നേടിയത് 3,99,274 വോട്ടുകളായിരുന്നു. 39.17% വോട്ടുകൾ നേടി. C കൃഷ്ണകുമാറാണ് അവിടെ BJPക്ക് വേണ്ടി മത്സരിച്ചത്. 2,18,586 വോട്ടുകൾ. 21.44% വോട്ടുകൾ നേടി. 6.44% വോട്ടുകൾ BJPക്ക് അവിടെ വർധനമുണ്ടായി. 11,637 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു VK ശ്രീകണ്ഠൻ വിജയിച്ചു വന്നത്. ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് MP എന്ന തലത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് VK ശ്രീകണ്ഠനുള്ളത്. CPMന്റെ A വിജയരാഘവൻ കളത്തിലിറങ്ങുന്നതോടുകൂടി കുറച്ച് ഭയക്കേണ്ടതായുണ്ട് ഇടതുപക്ഷം. കഴിഞ്ഞ തവണ MP രാജേഷിനെ അപ്രതീക്ഷിതമായി മലർത്തിയടിച്ചെങ്കിൽ പോലും A വിജയരാഘവന് പാലക്കാട്ടുള്ള ജനപിന്തുണ ചെറുതൊന്നുമല്ല. VK ശ്രീകണ്ഠൻ എന്ന അന്നത്തെ പുതുമുഖം ഇന്ന് പരിചിതമായ മുഖമായി മാറിയെങ്കിൽ പോലും A വിജയരാഘവനോട് ഏറ്റുമുട്ടുമ്പോൾ ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടുതലായി പയറ്റേണ്ടതുണ്ട്. മുൻ LDF കൺവീനറും തൊട്ടടുത്ത ജില്ലയായ മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ മുഖവുമായ A വിജയരാഘവനെ കളിക്കളത്തിൽ നേരിടാനിറങ്ങുമ്പോൾ ചില മുൻകരുതലുകൾ ശ്രീകണ്ഠൻ എടുക്കേണ്ടതായുണ്ട്. അവിടെ BJPയിലേക്ക് വരുമ്പോഴും BJPയുടെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് ഇക്കുറിയും കളത്തിലിറങ്ങുവാൻ പോകുന്നത്. അത് C കൃഷ്ണകുമാർ തന്നെയാണ്. C കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ മികച്ച വോട്ടുകളായിരുന്നു നേടിയത്.
2,18,556 വോട്ടുകൾ. ഇക്കുറി അതിലും കൂടുതൽ നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് സി കൃഷ്ണകുമാർ ഉള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ഇ ശ്രീധരൻ ഷാഫി പറമ്പലുമായി, അതായത് സിറ്റിംഗ് MLA ആയ ഷാഫി പറമ്പലുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിൽ എത്തുന്നത് വരെ ഇ ശ്രീധരൻ വിജയിക്കുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ അവിടുത്തെ ഗ്രാമങ്ങളിലെ വോട്ടെണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പൽ വിജയിച്ചു വന്നത്. അതുകൊണ്ട് വിജയപ്രതീക്ഷ പാലക്കാട് വളരെയേറെയാണ് BJPക്കുള്ളത്. കൂടാതെ പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കുവാൻ സി കൃഷ്ണകുമാർ നടത്തിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയും ഒരു ചെറിയ കക്ഷിയല്ല. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയേറെയുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. എന്തായാലും രാഷ്ട്രീയ പോര് മുറുകുമ്പോൾ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിച്ച് തീരുന്നതിന് മുമ്പും 3 രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്ന് ഏകദേശ ധാരണയുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് കളിക്കളം ഒരുങ്ങുന്നത്. ഇവിടെ ആര് വിജയിക്കുമെന്നത് അപ്രതീക്ഷിതമായ ഒന്ന് തന്നെയാണ്. ആര് വിജയിക്കുമെന്ന് പ്രവചിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം ആരൊക്കെ വിജയിക്കും, ആരൊക്കെ തോൽക്കുമെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.